ഗൈസ് ഗുഡ് മോർണിംഗ് ചിന്നുമിനി ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ രാവിലെ 6 മണിക്ക് എഴുതിച്ചിട്ട് മാമൻ്റെ കെട്ടുനിറയ്ക്ക് പോവാണ്. മാമൻ മാലയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കേട്ടോ. മാമൻ ശബരിമലയ്ക്ക് നടന്നിട്ടാണ് പോകുന്നത്. ഗൈസ് കുഞ്ഞൊക്കെ ഉണ്ടാവും. ഞങ്ങളെല്ലാവരും മേമയും ഞാനും കുഞ്ഞുത്തുമ്പിയാണ്. എന്ത് ചമ്മന്തിക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നു. എന്താ തുമ്പി പറയുന്നേ? ഹലോ എൻ്റെ അടുത്ത് ഹായ് പറ, ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് പറ, ഗുഡ് മോർണിംഗ് തുമ്പി പറഞ്ഞു കേട്ടു. ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ? മിഞ്ഞൊക്കെ ഓടുന്നു ഗൈസ്. ഓട്ടോയിൽ മുമ്പിലിരിക്കാൻ കൊണ്ട് ഓടിപ്പോവാണ്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. നമ്മൾ തുമ്പി ഓടാൻ നിൽക്കുന്നു ഗൈസ്. ചെരുപ്പിട്ടില്ലേ തുമ്പി? ചെരുപ്പിട്ടില്ല, ചെരുപ്പിടാൻ മറന്നുപോയി. വരൂ, എന്തായാലും കുഴപ്പമില്ല. അവിടെ എത്താൻ എന്തായാലും ചെരുപ്പ് തുമ്പി ഗൈസ് നോക്കൂ, അമ്മ പിന്നാലെ വരുന്നുണ്ട്, മേമയും പിന്നാലെ വരുന്നുണ്ട്, അമ്മൂമ്മയും ഇതാ കണ്ടോ, അമ്മ വരുന്നുണ്ട്. ഈ കൈ കൊണ്ട് ആട്ടിണ്ട് അമ്മ. അതാ മാമൻ കണ്ടോ, മാമൻ അതുണ്ട്. അപ്പു മിന്നു അതൊക്കെ ഇങ്ങനെ. ഒരു മിനിറ്റ് ഗായ്സ്, ഞാൻ ഓട്ടോയിൽ കയറട്ടെ ഗായ്സ്. അപ്പൊ നമ്മൾ ഓട്ടോയിൽ കയറാൻ പോണേ. ഞങ്ങൾ ഓട്ടോയിൽ കയറിയിട്ട് പോകും. എന്നെ കാണുന്നില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയം ഇപ്പോൾ 6:07. ാണ് കുഴി കാണിക്കുന്നത്. പാലക്കാട്ടേക്ക് പോവും. പള്ളിയിൽ എത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു നിങ്ങൾക്ക് തുപ്പിരി കാണിച്ചാട്ടോ. ഈ ഇരുട്ടായതുകൊണ്ട് തുപ്പിരി പോകും. നമുക്ക് കുറച്ച് വെളിച്ചത്തോടെ കണ്ട് ആയി വരാം. ആയി വരാം. കേട്ടോ, കുറച്ച് വെളിച്ചം വന്നുകൊണ്ട് ഓട്ടോ കുറച്ച് വെളിച്ചം. അമ്മ വേറെ വേറെ പറയുന്നു. ഞങ്ങളിതാ എവിടെ എത്താനായി വെച്ചാൽ ബസ് കയറിയിട്ടുണ്ട്. KSRTC ബസ്സിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. കൈ അടിയുന്നത് പിടിച്ച് കൈ അടിയും. പിന്നെ നമ്മൾ KSRTCയിലാണ് കയറിയിരിക്കുന്നത്. അപ്പൊ കുഞ്ഞി ഒരു സൈഡില് ഇങ്ങനെ ഫ്രണ്ട്സാണ്. അമ്മ തുമ്പി നട്ട് ഗൈസ്. തുമ്പിന് ഇപ്പൊ നിങ്ങൾക്ക് നേരെ കാണും. ഹായ് പറ, ഹായ് പറ. എല്ലാവർക്കും സുഖമല്ലേ പറ ഗൈസ്? തുമ്പി പറഞ്ഞതൊന്നും നിങ്ങൾക്ക് കേൾക്കുന്നില്ല. ഞാൻ ഫോണിൽ അപ്പൊ ഗൈസ് ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചിരിക്കും. എപ്പോഴും കൂട്ടുന്ന പോലെ
വെച്ചാലേ പപ്പു മീച്ചേച്ചിന്റെ കൂട്ട് അവര് പോവാൻ സ്ഥലങ്ങളില്ല. നല്ല കാറ്റ് ഇതൊക്കെ വീഡിയോ എടുക്കണം. കുട്ടാവനുണ്ട് കേട്ടോ. ശബരിമലയിൽ പോകുന്ന പപ്പു അമ്മാട്ട് ഞങ്ങൾ ഇടത്തരം എത്തിയിട്ടുള്ളൂ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അവിടുത്തെ കാണിച്ചു തരാം കേട്ടോ ഗായ്സ്. ഞങ്ങൾ എന്നിട്ട് വാമന അവിടെ നിന്ന് പോയി നടന്നിട്ട് ഞങ്ങൾ ഇതിലേക്ക് കല്ലുകൾ ഗായ്സ് പിശാചിനെ പോലെയുള്ള രാവിലെ എന്റെ കുഞ്ഞു തണുപ്പിച്ച് മണി കേട്ടിട്ട് കുളിച്ചു കഴിച്ചു. എത്ര നല്ല തണുപ്പുണ്ടായിരുന്നു എനിക്ക് പാലക്കാട് കൂടിയാണ് പോത്തോട്ടേക്ക് മേടിക്കുന്നത് കണ്ടോ പോയത് ഗായ്സ്. അപ്പതാ നമ്മളെ പോലെ ഒരു ടീം ഇവിടെ വീഡിയോ പറയുമ്പോ എന്നെ പോലെ ഒരു കുട്ടി കൂടി ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഒരു കാര്യം പല്ല് വയ്യ സ്കൂളിലില്ലേ ഗായ്സ്. എന്റെ പല്ലിങ്ങനെ ആടി. ഞാൻ പെൻസിൽ വെറുതെ ഇങ്ങനെ കടിച്ചപ്പോ പല്ല് ആടി. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്നും കൂടെ കൂടെ പെൻസിൽ അടിച്ചോണ്ടായിരുന്നു. അപ്പൊ ഇവര് അതിന്റെ ഫ്രണ്ട് നന്ദിനി ഇവളും പറഞ്ഞു വാക്ക് പോയിട്ട് പല്ല് കൊടുത്തിട്ടായിരുന്നു പറഞ്ഞു. ടീച്ചർ ചീത്ത പറയും വേണ്ട. അപ്പൊ ടീച്ചർ പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല വേണ്ട ഇരുന്നോ പറഞ്ഞു. കഴിച്ചു ഉച്ചക്ക് കളിക്കുമ്പോ എനിക്ക് ജീഷൻ ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെയാണ് കഴിച്ചു. അതുകൊണ്ട് ഞാൻ ജീഷൻ ടീച്ചറും എല്ലാം പറഞ്ഞിട്ടാ പോകുള്ളൂ കഴിച്ചു. എല്ലാ ടീച്ചർമാരും പറഞ്ഞിട്ടാ പോകുള്ളൂ. അപ്പൊ പല്ല് ഞാൻ ഉച്ചക്ക് കളിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ നാക്കി കയ്യോടെ പല്ല് വന്നു. അപ്പൊ ഞാൻ വീട്ടിൽ ഇപ്പൊ വരായിട്ട് ഒറ്റ ഓട്ടോ ഓടിക്കും. ടീച്ചറിന് പറഞ്ഞാൽ സമ്മതിക്കുമ്പോൾ എനിക്ക് പേടി. എനിക്ക് പേടിയാണ്. എന്റെ പല്ല് പോയപ്പോ എന്തോ പോലെ കാണാൻ. ഉച്ചക്ക് നാലൊരു അല്ലല്ല ഉച്ചക്ക് പറിച്ചിട്ട് ഞങ്ങൾക്ക് അറിയാടാ പല്ലവിടെ പോയി പേപ്പറിൽ കൊണ്ടിട്ട് കാക്കേന്നാ ബോധപ്പല്ലെന്നാ കിരിപ്പല്ല് നമ്മൾ കിരിപ്പല്ലുന്ന കോർണർപ്പല്ലുന്ന അത് നമുക്ക് അങ്ങനെ എടുത്ത് അവിടെ കാണിക്കില്ല. ആദ്യയുടെ KSRTC ഞാൻ കേറുന്നത് നമ്മള് 10 എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ഞാൻ പപ്പിനോട് ചെയ്തിട്ട് പപ്പിനെ കൂടി പാട്ടോടിയിട്ട് എന്റെ മുഖം നോക്കുക. എന്റെ മുഖമില്ല നമ്മളവിടെ എത്തിയിട്ട് വേണം അവിടെ കുറേ നമ്മളവിടെ എത്തിയിട്ട് വേണം കുറേ എല്ലാം. അപ്പൊ ഞാൻ പറയാന് നമ്മുടെ ക്രിസ്മസ് അടുത്തു. പരീക്ഷ ചിലപ്പോ ചിലവര് വെള്ളിയാഴ്ച ആയിരിക്കും, അല്ലെങ്കിൽ ചിലവര് 15-ാം തീയതി ആയിരിക്കും പരീക്ഷ. അപ്പൊ അങ്ങനെയൊക്കെ ഇവളുടെ വെള്ളിയാഴ്ചയാണ്. അപ്പൊ നമ്മുടെ 15-ആണ് തിങ്കളാണ്. തിങ്കൾ ഫസ്റ്റ് പരീക്ഷ മലയാളം പഠനമാണ്. മലയാളം പഠനം നല്ല പഠിച്ചിട്ടാണ് എനിക്ക് എഴുതണം. നല്ല ഇതോടെ ജയിച്ചാൽ പിന്നെ നല്ല ഇത് വരണം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.
എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. 25-ാം തീയതി ക്രിസ്മസ് ആണ്. അപ്പൊ ഞാൻ ക്രിസ്മസ് എന്തായാലും ആഘോഷിക്കില്ല. എന്നാലും നിങ്ങളോട് ഇപ്പൊ തന്നെ ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പറയാണ്. അപ്പൊ നമ്മൾ 25-ാം തീയതി വീഡിയോ എടുക്കും. അപ്പൊ നമ്മൾ നിർത്തില്ല, നമ്മൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പിന്നെയും വരും വീഡിയോയില്. അത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കാണിച്ചു. അപ്പൊ പ്രേതം വിശ്വാസ് അടിയിൽ ഫോട്ടോ കിട്ടി തടുപ്പാന്നറിയോ? അയ്യോ ഇത് ഫോട്ടോക്കാളെ ഏറ്റു പോകുന്നു. ഫോട്ടോ അപ്പൊ എല്ലാവരും ഹോട്ടലിലവിടെ എത്തിയ ഒന്നിലേ ഇതിന് നല്ല ദൂരമുണ്ട്. നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടല്ലേ പോയത്. അന്ന് ഞാൻ പറയാൻ മറന്നില്ല. എന്താണെന്നറിയാം, അന്ന് ഞങ്ങളെ പുതിയ സ്റ്റോപ്പിക്ക് പോകുമ്പില്ലേ കല്ലേക്കാട്ട് പോകുമ്പോ ഞങ്ങളുടെ ഫാൻസിന് കണ്ടിട്ടാ നിങ്ങൾ ഫാൻസിലൊക്കെ അമ്മേന്റെ അമ്മയുടെ അവിടെ പോയിരുന്നു. വല്യമ്മന്റെ അവിടെ കല്ലേക്കാടാണ്. അങ്ങോട്ട് പോകുമ്പോ സ്കൂള് വളവുണ്ട്. എന്താ സ്കൂള് ഞാൻ പഠിച്ചോണ്ടില്ലേ, ആ സ്കൂള് വളവിൽ ഒരാള് ഹായ് കാണിച്ചു. അപ്പൊ ഞങ്ങൾക്ക് ആരാന്നറിയില്ല. ഞാൻ അവള് പറയുന്നത് ശ്രദ്ധിക്കും. ആരാന്നറിയില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങളാണ് ഈ ബസ്സില് പോവാണ്. ബസ്സാണ് സ്റ്റോപ്പിൽ മിണ്ടാണ്ടിരിക്കുക. ആരും കളിക്കണില്ല, ആരും വിളിച്ചിടില്ല. ഞങ്ങള് മാമെന്റെ കെട്ടുന്നടിച്ച് പോവാണ്. എന്റെ തൊട്ടിക്കൊട്ടിരിയുണ്ട്. ഞങ്ങളെല്ലാരും കൂടി പോവാണ്. വേലുപിള്ളായി പറഞ്ഞിട്ട് അവിടെ പോകുന്നത് എല്ലാ കൊല്ലം പോകും. അതുപോലെ കഴിഞ്ഞ കൊല്ലം കക്കൂസ് പോയി. ഇക്കൊല്ലം കക്കൂസിനെ വിട്ടില്ല. അവിടെ കുറച്ച് വയ്യായിട്ടുണ്ട്. അതെല്ലാം മാറിയിട്ടുണ്ട്. അവിടെ വിട്ടിട്ടില്ല. ഇതെല്ലാം ഒത്തിരി തണുപ്പ് പറ്റില്ല. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് സെറ്റാവാൻ എൻ്റെ തുള്ളിക്കുട്ടി ഇത്ര നേരം കിടന്ന് തുള്ളായിരുന്നു. ഇപ്പം സൈലൻ്റായി. ശരിക്കും ഹായ് പറയൂ, ഗുഡ് മോർണിംഗ് പറയൂ. ആണ് ഞങ്ങളെ കയറ്റുന്നവർക്ക് പോകുന്നു പറയൂ. അയാൾ പറയുന്നുണ്ട്, വോയിസ് കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ ചിന്നുവിൻ്റെ അടുത്ത് തന്നെ കൊടുക്കാവേ. മടി വെഞ്ഞ കൊറേ അമ്മന്റെ മടിന്ന് പിന്നോട്ട് വരണ്ട അത്ര സ്കൂളിലോട് ഇരിക്കുന്നതിന്റെ പിന്നീട് കുറച്ച് നീങ്ങി കൊടുത്തിട്ടേക്ക് ഇങ്ങോട്ട് ഇരിക്കാൻ. ഞാൻ കളിത്തിട്ട് വയ്യ. അതുകൊണ്ട് ഇവിടെ ചേച്ചിയാണ്ടോ അവിടെ പോയി. അപ്പൊ ഓക്കെ ഗായ്സ്, അപ്പൊ ബൈ. അപ്പൊ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ബൈ ഗായ്സ്. നമ്മൾ അവിടെ എത്തി. അതാ ഗായ്സ് നമ്മൾ അവിടെ എത്തിയിട്ട് എനിക്ക് ഈ സ്ഥലം അറിയാം. ഈ സ്ഥലം അറിയാം, പക്ഷേ എനിക്കില്ലേ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എനിക്ക് പറഞ്ഞ പോലെ ഗായ്സ് ഞാൻ വന്നത് എങ്ങനെ ഫോൺ തങ്ങനെ എനിക്ക് നമ്പർ വെച്ചത്. അപ്പോൾ ഈ സ്ഥലം അറിയുന്ന നമ്മളൊരു കളി കളിക്കാൻ പോവാണ്. എന്ന് വെച്ചാല്
ഇതാ കളി കളിക്കുമ്പോഴും അവരൊന്നും അറിഞ്ഞിട്ടില്ല. അത് മിന്നി നോക്കി അതൊരു ഞാൻ ഇവിടെ വളരെ ഇത് ചെയ്ത് തുപ്പി നമുക്കറിയാം, തുപ്പിക്കൊന്നും അറിയില്ല. അവള് പാവം ഞാൻ ഇവിടെ പിടിച്ചിട്ട് കാശ് ഇവിടെ പോളും ചിരി കൊട്ടാരുമാണ്. ഞങ്ങളെ വീട്ടിൽ ആരൊക്കെ വന്നതറിയോ? ദേവ വന്നു, തുമ്പി വന്നു, അമ്മ വന്നു, ഞാൻ വന്നു, കിങ്ങു വന്നു, അഞ്ഞി വന്നു, മിന്നു വന്നു, കുട്ടമാമ വന്നു, പപ്പു വന്നു, അമ്മൂമ്മ വന്നു. കുട്ടികളെല്ലാരും വന്നിട്ടുണ്ട്. വല്യമ്മ വന്നില്ല കേട്ടോ. വെല്ലച്ചന്റെ കാലില് വയ്യാത്തോണ്ട് വല്യമ്മൊന്നും വന്നില്ല. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെയാണ് പോകുന്നത്. നമ്മൾ എത്താനായി നോക്കുന്നു. പാലക്കാട് തിരക്കിൽ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കുറേ സമാധാനമായി എത്തി. ഫുള്ള് ഇവിടെ എനിക്ക് പറ്റിയ ആശ്വാസം തോന്നുന്നു കേട്ടോ. ഇവിടെ തണുത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലമാണ് നമ്മൾ ഇറക്കി. ഈ സ്ഥലത്താണ് വെച്ചിട്ടാണ് നമ്മൾ ആക്കുന്നത്. ഗൈസ് ഇവിടെ തിരക്കില്ല. അന്നൊക്കെ വരുമ്പോൾ നല്ല തിരക്കായിരുന്നു. അന്ന് ഏട്ടനും മാമനായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നിന്നാണ് അന്ന് പോയത്. പക്ഷെ ഞാൻ മാലയിട്ട് ദിവസം നമ്മളൊരു അമ്പലത്തിൽ നിന്നായിരുന്നു പോയത്. ഇവിടെ നല്ല എത്തിയിട്ടുണ്ട്. ഗൈസ് നല്ല തണുപ്പുണ്ട്. ഗൈസ് എൻ്റെ കളർ നല്ല ഭംഗിയുണ്ട്. ഗൈസ് ഗൈസ് കണ്ടോ ഗൈസ്. നമുക്ക് ഇവിടെ തന്നെ എടുക്കാട്ടോ ഗൈസ്. അതല്ല കുറച്ച് വിളിച്ചോ. നമ്മൾ വീടിൻ്റെ ഇടയ്ക്കൂടെ ഫോട്ടോ എടുക്കും കേട്ടോ ഗൈസ്. അത് കണ്ടോ ഇപ്പോൾ നേരെ കണ്ടത് ഞാനാ കണ്ണെഴുതി കൊടുത്തു ഗൈസ് അല്ലേ ഗൈസ്. ഞാനാ കണ്ണെഴുതി കൊടുത്തു. എനിക്ക് അമ്മ താഴെ ഇട്ടൊന്ന് മേലെയാണെങ്കിൽ ഞാൻ നല്ല ഭംഗിയിൽ കണ്ണൊക്കെ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കണ്ണെഴുതി കൊടുത്തു. തുമ്പിന് മുഖം നോക്കിയോ? ഒരു കുഴപ്പമില്ലാണ്ട് സുന്ദരിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കിങ്ങിനിക്ക് കുഞ്ഞിക്ക് അമ്മ എഴുതി കൊടുത്തിട്ടോ. അമ്മൂമ്മ. അപ്പൊ നമ്മളിതാ ഉള്ളിൽ കയറാൻ പോവാണ് കാശ്. ഉള്ളിൽ കയറാൻ പോകണം. ഏതാ ഞങ്ങൾ KSRTC ഇറങ്ങിയപ്പോൾ മുഖമാണിത്. ഉള്ളിപ്പൂവാടെ ഉള്ളുണ്ട് ഗൈസ്. ഇതൊരു വീട് പോലുണ്ട് ഗൈസ്. ഒരു ഞാൻ കണ്ട റൂമാണ്. കണ്ടോ? അതിന് ഉള്ളിൽ ഫുള്ള് സ്വാമിയാണ്. കൃഷ്ണനുണ്ട്, പിന്നെ സരസ്വതി ഉണ്ട്, ഗണപതി ഉണ്ട്, കൃഷ്ണന് രാഗിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലെ കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് 8 മണിയാവും കെട്ടുന്നവരെ തുടങ്ങാൻ. ഇപ്പോൾ 6:49 ആയിട്ടുള്ളൂ ഗൈസ്. ഞാൻ നേരത്തെ ഒന്നും എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടെ കുറച്ച് നേരം നിൽക്കണം. അത് നമുക്ക് തുമ്പിൻ്റെ അടുത്ത് കളിച്ച് തിരഞ്ഞെടുക്കാം. അല്ലെ തുമ്പു ഇത് കണ്ടോ? അതിൻ്റെ ചുണ്ടാണ് ഗൈസ്. എൻ്റെ ചുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ ഉമ്മ വെച്ചു കേട്ടോ. നേരത്തെ കപ്പിളിൽ ഉമ്മ വെച്ചിട്ടാ ഫോട്ടോ എടുത്ത് കഴിച്ചു. സുന്ദരിയാണ് കളിച്ചത്. ഉമ്മിക്കുന്നുണ്ടാവും വീട് പോയി.
മേലെ നടന്നുകൊണ്ട് അപ്പം ഗായ്സ് ബായ്. എല്ലാവർക്കും ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഉണ്ട്. അപ്പം ബായ്. സീ യു ഗായ്സ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ബായ്.